ഈ ഘട്ടത്തിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന വിവരങ്ങളാണ് അങ്കോലയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ആർമിയുടെ ഡീപ്പ് ഡിറ്റക്ഷൻ റഡാറിൽ 3 സിഗ്നലുകൾ, ആദ്യം 2 സിഗ്നലുകളാണ് ലഭിച്ചത്. പക്ഷേ ആ രണ്ടിടത്തു നിന്നും മണ്ണ് മാറ്റി പരിശോധന, ആഴത്തിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തി. പക്ഷേ അവിടെയൊന്നും ലോറി ഇല്ല എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ മൂന്നാമതൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് അറിയുന്നത്. അപ്പം പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ഘട്ടത്തിലേറെ സങ്കടത്തോടു കൂടി പറയേണ്ടിയിരിക്കുകയാണ്. കാരണം ഏറ്റവും നിർണായകം, അതായത് ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ഈ GPS ലൊക്കേഷൻ അനുസരിച്ച് കണ്ട സ്ഥലം അവിടെ 98%, അതായത് ലോറി ഇനി കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവിടെ മണ്ണ് മാറ്റി പരിശോധിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആർമിയുടെ റഡാറിൽ കാണിച്ച സ്ഥലത്ത് നിന്ന് 2 ഇടത്ത് പരിശോധന പൂർത്തിയാക്കി, മണ്ണ് മാറ്റി പരിശോധന പൂർത്തിയാക്കി. അവിടെയും ലോറി ഇല്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ സംസാരിക്കുമ്പോൾ അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പുഴയിൽ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ ഈ മണ്ണിടിച്ചിലിന്, ഈ 16-ാം തീയതി പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഒരു മൺകൂന തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പുഴയിൽ. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ആ മൺകൂന കാണാനും സാധിക്കുമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ച ഇടത്ത് ലോറി ഇല്ല എന്ന AKM അഷ്റഫ് MLA ആണ് സ്ഥിരീകരിച്ചത്. MLA വാക്കുകളിലേക്ക്. ഞാൻ രാവിലെ മുതൽ ഞാനും കോഴിക്കോട് MP പ്രിയപ്പെട്ട രാഘവേട്ടനും ഞങ്ങൾ ആ സ്പോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലൊന്ന് ഇവിടുത്തെ MLA സതീഷ് ശൈലുമായി, മുഖ്യമന്ത്രിയുമായി, കർണാടക സ്പീക്കറുമായി സംസാരിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ പോയതായിരുന്നു. ഓരോ നിമിഷവും ഇപ്പോൾ അർജുൻ്റെ ഫാമിലി അവിടെയുണ്ട്. കേരളത്തിലെ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഏതൊക്കെ സ്ഥലത്തിൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞോ അതൊക്കെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. അതിനിടയിൽ റഡാർ സംവിധാനത്തിൽ 1-2 സിഗ്നൽ കിട്ടി. അതുകൂടി 8 മീറ്റർ താഴ്ചയിൽ പരിശോധന നടത്തി. പക്ഷെ നിരാശയാണ്. വലിയ പാറക്കല്ലുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും 1-2 സ്ഥലങ്ങൾ സംശയമുണ്ട്. അത് അവർ വളരെ നല്ല രീതിയിൽ ഒരു ടീം വർക്കോട് കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 2 സ്ഥലത്ത് കഴിഞ്ഞു. നിരാശയാണ്, റിസൾട്ട് ഇല്ല. ഇവ വീണ്ടും നമ്മുടെ ഈ പുഴയുടെ നമ്മൾ നേരത്തെ ദിവസങ്ങളായി പരിശോധന നടത്തിയതിന്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് കൂടി ആർമിയുടെ റഡാറിന്റെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. പരിശോധന പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നു. ട്രാക്കിന് സമീപത്ത് ഒരു ഇടതുവശത്ത് ഒരു ബോട്ട് കണ്ടെത്തിയായിരുന്നു. അവിടെ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല, അത് കിട്ടിയിട്ടില്ല. അതും പരിശോധന നടത്തി. ഇന്നിപ്പോ നമ്മൾ ചെറിയൊരു അപസ്വരം ഉയർന്നു. രാഘവേട്ടൻ MP ഇവിടുത്തെ MLA-യുമായി സംസാരിച്ചു, CM-യുമായി DC-യുമായി സംസാരിച്ചു. ഒരു 25 ആളുകളെ കൃത്യമായ ലിസ്റ്റോട് കൂടി നാളെ മുതൽ എല്ലാവിധ സൗകര്യത്തോടു കൂടി അവർ രക്ഷാപ്രവർത്തനം ഏർപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 25 പേർക്ക്. നമ്മള് പിന്നെ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതല്ല, അവസാനം അവരെത്തിയത് കുടുംബം പറയുന്ന സ്ഥലം, നമ്മളെ രക്ഷാപ്രവർത്തന സംഘം പറയുന്ന സ്ഥലം, അതൊക്കെ ആ പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. AKM അഷ്റഫ് MLA-യുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് സൈന്യത്തിന്റെ റഡാറിൽ സിഗ്നൽ കാണിച്ച 2 ഇടത്ത് ലോറി ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്കോല ദൗത്യത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സിഗ്നൽ ലഭിച്ച 2 ഇടത്തും ട്രക്കില്ല, അർജുന്റെ ലോറി ഇല്ല എന്നുള്ളത് ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ്. മൂന്നാമതൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അവിടെയും ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. രാഹുൽ, ഇനി ഏക പ്രതീക്ഷ, അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ കരയ്ക്കു അകത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന, അത് എത്ര സമയം എടുക്കും രാഹുൽ, അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ? അതായത് അവിടെ വലിയ അളവിൽ തന്നെ മൺതിട്ടയുണ്ട്. അത് നീക്കുന്നതിന് ഏതായാലും മണിക്കൂറുകൾ തന്നെ ആവശ്യമായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കൂടുതൽ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ ഈ മണ്ണ് മാറ്റുന്ന ഈ പ്രവൃത്തിയിൽ കഴിവതും വേഗത്തിൽ മണ്ണ് മാറ്റി പരിശോധിക്കുന്ന ഒരു രീതിയാണ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിരാശപ്പെടുത്തുന്ന വിവരമാണ് ഇവിടെ നിന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സിഗ്നൽ ലഭിച്ച 2 ഇടത്തും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അതിനുശേഷമാണ് ഈ പുഴയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 3ാമത്തെ സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധന അത് പുരോഗമിച്ചു വരുന്നു. പക്ഷേ മണിക്കൂറുകൾ വേണ്ടി വരും എന്നത് തന്നെയാണ്. കഴിവതും വേഗത്തിൽ അത് ഊർജിതപ്പെടുത്തി നോക്കുക തന്നെയാണ്. തൊട്ടു താഴെയായി പുഴയിലും വ്യാപകമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ അവിടെയും നമുക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുഴയിൽ നിന്നും ഒന്നും തന്നെ നൽകാനില്ല. NDRF സംഘം, നാവികസേന ഇവരെല്ലാം ചേർന്ന് പുഴയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിരുന്നു.
ഉച്ചയ്ക്ക് മുൻപാണ്. പിന്നീട് കുറച്ച് മഴ പെയ്ത സമയത്ത് ആ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുൻപ് അവരും പുഴയിലേക്ക് ഏതായാലും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മളെന്തായാലും കാത്തിരിക്കുന്നത് ഈ വാഹനം റോഡിൽ തന്നെ ഉണ്ട് എന്ന കേൾക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമതായി സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ഒരു ശുഭകരമായ കാര്യം കേൾക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ കഴിഞ്ഞ 2 സിഗ്നലുകളും ഇന്ന് ലഭിച്ച 2 സിഗ്നലുകളും അവിടെ മണ്ണ് നീക്കി പരിശോധിച്ചപ്പോൾ കണ്ടത് വലിയ പാറകളാണ് എന്നുള്ളതാണ്. എന്തായാലും മൂന്നാമത്തെ സ്ഥലത്തെ മണ്ണ് നീക്കിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എം കെ രാഘവൻ എംപിയും മഞ്ചേശ്വരം MLAയും സ്ഥലം MLAയും ഒക്കെ ഈ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഒരു തവണ കൂടി വിലയിരുത്തി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്.